അപ്പോൾ ഇത് പുതിയ സർവീസാണ്? അതെ, പുതിയ സർവീസ്. അപ്പോൾ ഇത് എത്ര മണിക്കൂർ പോകും? ഇത് ഇവിടുന്ന് 9 മണിക്ക് പോകും. നേരെ കൽപ്പറ്റ. അപ്പോൾ ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു? ഷെഡ്യൂൾ രാവിലെ കൽപ്പറ്റയിൽ തുടങ്ങി മാനന്തവാടി ചെല്ലും. മാനന്തവാടിയിൽ നിന്നും 10 മണിക്ക്, പിന്നെ 10 മണിക്ക് പുറപ്പെടുന്നു. ഇവിടെ 6:30ക്കാണ് എത്തേണ്ടത്. തിരിച്ച് 9 മണിക്ക് തിരിച്ച് കൽപ്പറ്റയിലേക്ക്. റിസർവേഷൻ ഈ വണ്ടിക്ക് ആയിട്ടില്ല. ഇത് ജസ്റ്റ് തുടങ്ങിയിട്ട് 2 ദിവസം. ഇവിടെ നിന്നുള്ളത് അങ്കമാലി ചെന്നിട്ടാണ്. ഇവിടെ റിസർവേഷൻ നമുക്ക് റൂം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ വരുമ്പോൾ പറയാറുണ്ട്. കാരണം ഇവർ വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യമാണെന്ന് പറയുന്നത്. പലപ്പോഴും ഇവിടുന്ന് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അവർ വീടിൻ്റെ അടുത്ത് പോയി ഇറങ്ങാം. അവിടുന്ന് അല്ലെങ്കിൽ ഇവിടെ വന്ന് വണ്ടി വിളിച്ച് അവിടെ പോകുമ്പോൾ കൂടുതൽ പൈസ ചിലവാകുമെന്ന് പറയുന്നത്. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ചിലവിൽ കംഫർട്ടബിൾ യാത്രയാണ്. ആൾക്കാർ പോകുന്നുണ്ട് അല്ലേ? കോഴിക്കോട് വരെയൊക്കെ ഇന്നുവരെ ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഈ നിറയെ ലഗേജുകളൊക്കെ ആയിട്ട് ആൾക്കാരല്ലേ വരുന്നത്? ലഗേജിന് എക്സ്ട്രാ ചാർജ് എടുത്താൽ പോലും അവർക്ക് ലാഭമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കോഴിക്കോട് വരെ പോകുന്ന ആൾക്ക് ഒരു 1000 രൂപയുടെ ചുടയുന്നതുകൊണ്ട് അവർക്ക് പിന്നെ ഒരു 60 കിലോ ലഗേജ് ഉണ്ടെങ്കിൽ പോലും ഒരു 1000 രൂപയ്ക്ക് കോഴിക്കോട് എത്താനായിട്ട് സാധിക്കും. ഒരു ടാക്സി വിളിച്ച് പോകണമെങ്കിൽ എങ്ങനെ പോലും മിനിമം ഒരു 30,000 രൂപ മേലെ വരും അല്ലേ? അല്ല, 10,000 രൂപേൻ്റെ അടുത്ത് കൊടുക്കേണ്ടി വരും കോഴിക്കോട് ടാക്സി വിളിക്കും. പിന്നെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാഭകരമായ അവർക്ക് വളരെയധികം സന്തോഷവാനാണ് അവർ. പക്ഷേ അവർ വിചാരിക്കുന്ന സമയത്ത് ഇവിടെ വണ്ടി കിട്ടുന്നില്ല എന്നുള്ളൊരു നമ്മൾ പറയാറ്. മലപ്പുറം ഭാഗത്തു നിന്നാണ് കൂടുതൽ ആളുകൾ വണ്ടി പ്രിഫർ ചെയ്യുന്നത്. കാരണം അവിടെയുള്ള ആളുകളാണ് കൂടുതൽ വിദേശത്ത് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരിവിടെ വരുമ്പോൾ മലപ്പുറം ഭാഗത്തേക്ക് വണ്ടി ഉണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനൊരു സൗകര്യം കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം രാത്രി മുഴുവൻ വണ്ടി ഓടിക്കാനുള്ളത്. ഇവിടെ വന്നത് റെസ്റ്റ് ചെയ്യാനൊരു സൗകര്യം കിട്ടുവാണെങ്കിൽ അത് കുറച്ചും കൂടി സൗകര്യമുള്ളതായിരുന്നു. അങ്ങനെ ഒരു പോരാൻ കിട്ടും. അത് എയർപോർട്ട് അതോറിറ്റി എങ്ങനെയാണ് അവർ എന്തെങ്കിലും അതിന് വേണ്ടി സൗകര്യം ചെയ്ത് ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ ആളുകളവരോട് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വ്യക്തമായി എനിക്കറിയില്ല. പുതിയ ഓൺലൈൻ റിസർവേഷൻ തുടങ്ങുന്നത് പറയുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ BMTC വളരെ കേമമായിട്ട് സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഏത് പാതിരാത്രിയാണെങ്കിൽ പോലും എയർപോർട്ടിന് പുറത്തോട്ട് ഇറങ്ങി ചെല്ല് കഴിഞ്ഞാൽ ആ സിറ്റിയുടെ നാനാ ഭാഗത്തേക്ക് പോകാനായിട്ട് വണ്ടികളുണ്ടാവും. രാത്രിയാണ് 1 മണിക്കൂർ ഫ്രീക്വൻസിയിലും, പകലാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീക്വൻസിയിലും വണ്ടികളുണ്ട്. ഒരു 200 രൂപ മുതൽ 300 രൂപ വരെയുള്ള റേഞ്ചിൽ മുടക്കുകയാണെങ്കിൽ ഒരാൾക്ക് സിറ്റിയിൽ ഏത് ഭാഗത്തും പോകാം. ശരിക്കും ഇവിടെ അങ്ങനെ ഒരു എഫക്റ്റീവായിട്ടൊരു സിസ്റ്റം നമുക്ക് ഇപ്പോഴും ഇല്ല. ഈ ലോ ഫ്ലോർ വണ്ടികൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഉള്ള ഷെഡ്യൂളിൽ ഓടിക്കുന്നതിന് പകരമായിട്ട് എയർപോർട്ട് കേന്ദ്രീകരിച്ച് ഓടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി. കാരണം ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള 6 ബസ്സുകൾ AC വണ്ടികൾ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ അവിടെ സിറ്റി സർവീസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കിട്ടിയിരുന്ന വരുമാനം അല്ല ഇപ്പോൾ എയർപോർട്ടിലേക്ക് വരുമ്പോൾ. എയർപോർട്ട് വണ്ടിക്ക് ശരാശരി എത്ര വരുമാനം കിട്ടും? ഏകദേശം 20-ന്റെയും 25-ന്റെയും ഇടയിൽ കിട്ടാറുണ്ട്. അവിടെ നമ്മൾ ഓടുന്ന വണ്ടി ഒരു ദിവസം ഷെഡ്യൂൾ ഓടിക്കഴിഞ്ഞാൽ അവർ 15 രൂപേനുള്ളിൽ ഒതുങ്ങുന്നത്. എത്ര ഡ്യൂട്ടിയാണ് കൊടുക്കുന്നത്? ഇതിന് 3 ഡ്യൂട്ടിയാണ് ഇപ്പോൾ. 2 പേർ. മറ്റേത് അവിടെ ഡബിൾ ഡ്യൂട്ടിക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വരുമാനം വളരെ കുറവായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചറിവിൽ നിന്നാണ് കൂടുതൽ ഞങ്ങളുടെ 3 സർവീസും ഇങ്ങോട്ട് നീങ്ങി. 6 തുടങ്ങിയതിൽ 3 ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലേക്കാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 1 ഗുരുവായൂർ വഴിയും 2 തൃശ്ശൂർ വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്.